എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് ആഴ്ചയുടെ ശേഷമാണ് നമ്മൾ ശ്രീവിദ്യ ക്ലാസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഷാജി നമ്മളോട് പറയും. ആഹ് അപ്പൊ അതിനു മുന്നേ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, വിശ്വട്ടൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അതിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ ച. അപ്പൊ ഗുരുനാഥൻ നമുക്ക് ആദ്യത്തെ 25% സ്വന്തമായിട്ട് 25%, പിന്നെ പറയുന്ന 25% എന്താണ്? സഹപാഠികൾ, സന്തത സഹചാരികൾ, കൂടെയുള്ളവരുടെ നിന്ന് കിട്ടുന്നത്. ബാക്കിയുള്ള 25 കാലക്രമേണ. അങ്ങനെയാണ് വിശ്വട്ടൻ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് ആ മൂന്നാമത്തത് നമുക്ക് തുടങ്ങാന്ന് വിചാരിക്കുന്നു. എന്തായാലും മുന്നോട്ട് കാര്യങ്ങൾ പറയാനും ക്ലാസ്സുകൾ മുന്നോട്ട് നോക്കാനും വേണ്ടിയിട്ട് നമ്മളെ സന്തത സഹചാരിയും വിശ്വേട്ടന്റെ ആദ്യത്തെ ശിഷ്യനുമായിട്ടുള്ള ഷാജിജീനെ ഏൽപ്പിക്കുകയാണ്. ഷാജി, നമസ്തേ. നമസ്കാരം. സാധാരണ പോലെ ഗുരുപരമ്പരയും മാതാപിതാക്കളെയും കുലദേവതയും ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം. പഞ്ചാക്ഷരം ജപിക്കാം. വാമദേവ ഋഷി, അംതിച്ചന്ത, സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. 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 വാമദേവർഷി ചെന്ന സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ദേവ സർവകാര്യേഷു സർവദാ. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാമതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീവിദ്യ ഉപാസന എന്താണ്? ശ്രീവിദ്യ എന്നും എന്താണ് നമ്മുടെ ഗുരുപരമ്പര എന്നും ഏത് മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നും ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരുപാട് പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അതൊക്കെ വാങ്ങി വായിക്കുക. ഈ ശാസ്ത്രം ലോകത്തെ ഏറ്റവും ഉയർന്ന ശാസ്ത്രമാണ്. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടില് രമണാശ്രമത്തിന്റെ അടുത്താണ്. നമ്മുടെ
ചെറിയ യാത്ര. പുറമെ ഒന്ന് രണ്ട് പേര് വന്നപ്പോൾ അവരുടെ കൂടെ ഉള്ളൊരു ചെറിയ യാത്ര. ഈ രമണാശ്രമത്തിനും ശ്രീവിദ്യയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. പലർക്കും അറിയില്ല രമണ മഹർഷിക്ക് ശ്രീവിദ്യയായിട്ടുള്ള ബന്ധം എന്നാണ്. ഭാരതത്തിൽ പല സ്ഥലത്തും സഞ്ചരിക്കുന്ന സമയത്ത് ആ ഓരോ പുണ്യസ്ഥലങ്ങളിലും പല ആചാര്യന്മാരെയും കാണുന്ന സമയത്തും പഴയ പല ആചാര്യന്മാരെ പറ്റി പഠിക്കുന്ന സമയത്തും ഇവരൊക്കെ ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ വന്നപ്പോഴും ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അതിന് ആദ്യം നമ്മൾ കാണുന്നത് രമണാശ്രമത്തില് ഒരു ശ്രീചക്രം, വരച്ചൊരു ശ്രീചക്രം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവരുടെ ലൈബ്രറിയിൽ. റെഡ് ബോൾ പെന്നെ കൊണ്ട് വരച്ചാണ്. ഇത് രമണ മഹർഷി വരച്ചതാണ്. അതിന്റെ കോപ്പി ഇപ്പോ ഇവിടെ ആശ്രമത്തിൽ അവര് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടാൽ ഒരു അത്രയും വിശദമായിട്ടൊരു ശ്രീചക്രത്തെ വളരെ വ്യക്തമായിട്ട് വരയ്ക്കണമെങ്കിൽ ശ്രീവിദ്യയിൽ അത്രയും കഴിവുള്ള ഒരാളായിരിക്കും. ബിന്ദുവും ത്രികോണവും ഒക്കെ പെർഫെക്റ്റ് ശ്രീചക്രം. അത് ബോൾ പെന്നൊക്കെ ഉണ്ട്. റെഡ് ബോൾ പെൻ എപ്പോഴും റെഡ് ബോൾ പെൻ ഉപയോഗിക്കലോ, അതിനെ കൊണ്ട് വരച്ചത്. ഇതിന് മുന്നൊരു പ്രാവശ്യം ഇതേമാതിരി ഇവിടെ വന്നപ്പം ഇത് കാണുകയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് രമണ മഹർഷിക്ക് ശ്രീവിദ്യയായിട്ടുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. അതിനെപ്പറ്റി തെരഞ്ഞു നോക്കുന്ന സമയത്ത് രമണ മഹർഷിയും രമണ മഹർഷിയുടെ സഹജ സഞ്ചാരിയായിരുന്ന ഗണപതി മുനി എന്ന് പറയുന്ന ശിഷ്യനുമാണ്, സുഹൃത്തുമാണ്, സഹജ സഞ്ചാരിയുമാണ്, ഒരേ പ്രായക്കാരാണ്. ഇവര് രണ്ടുപേരും കൂടിയാണ് ഇവരുടെ ചെറുപ്പകാലത്ത് 24-25 വയസ്സുള്ള കാലത്ത് ഉപാസന സാധന ചെയ്തിരുന്നതും ഇന്ന് നിങ്ങൾക്ക് വിശ്വേട്ടൻ എന്തൊക്കെയാണോ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇവരൊന്നിച്ചിട്ടാണ് ഈ ഗണപതി തർപ്പണവും ലഘുഷോടന്യാസവും ശ്രീചക്ര പൂജയും ഒക്കെ നോട്ട്സ് ഉണ്ടാക്കുകയും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തത്. ഗണപതി മുനിയെ പറ്റിയിട്ട് വളരെ മുന്നേ നമ്മുടെ ഒരു വിദേശിയായിരിക്കുന്ന ഒരു സാധകൻ, അദ്ദേഹത്തിന്റെ പേര് ഒരു ശാസ്ത്രി എന്നാണ്, എന്തൊരു ശാസ്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പേര് പറഞ്ഞു, ഡേവിഡ് ഫ്രോളി എന്ന് പറയുന്ന ഒരു അമേരിക്കൻകാരൻ. അദ്ദേഹം ഒരു ലേഖനത്തിനകത്ത് ഞാൻ കണ്ടിരുന്നു, നമ്മൾ കണ്ടിരുന്നത് ഇങ്ങനെ ഗണപതി മുനി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും രമണ മഹർഷിയോട് ശ്രീവിദ്യോപാസന ചെയ്തിരുന്നത് മുമ്പ് ഒരു ലേഖനം വായിച്ചു. ആ ലേഖനത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ രമണാശ്രമത്തിൽ വന്നപ്പോൾ ഗണപതി മുനിയെ പറ്റി അന്വേഷിച്ചപ്പോൾ അന്ന് ഗണപതി മുനിയെ പറ്റി ഇവിടെ ആർക്കും അറിയില്ല, ആരും പറഞ്ഞു തരുന്നില്ല. പക്ഷെ ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഒരാള് എനിക്ക് ഗണപതി മുനിയെ പറ്റിയിട്ട് മഹാതപസ്സി എന്ന് പറഞ്ഞൊരു പുസ്തകം എടുത്തു തന്നു. ആശ്രമം പബ്ലിഷ് ചെയ്തല്ല, പുറമെ നിന്ന് പബ്ലിഷ് ചെയ്ത, വേറെ ആരോ പബ്ലിഷ് ചെയ്തത്. ഇപ്പൊ ആശ്രമത്തിന്റെ ബുക്ക് സ്റ്റാളുണ്ട്. ഈ ബുക്കിന്റെ അകത്ത് ഈ വക കാര്യങ്ങൾ മുഴുവനും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവരുടെ ചെറുപ്പകാലവും ഇവരൊന്നിച്ചതും രമണൻ എന്ന പേര് പോലും കൊടുത്തിരിക്കുന്നത് ഈ ഗണപതി മുനിയാണ്. ഇവരൊന്നിച്ച് സ്ഥാപന ചെയ്തതും ചക്രപൂജ ചെയ്തതും. ഇനി രമണ മഹർഷി ഇരിക്കുന്ന റൂം, ഉപയോഗിച്ചിരുന്ന ഒരു റൂമുണ്ട്. ആ റൂമില് കംപ്ലീറ്റ് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഫ്രണ്ടിലൊക്കെ. അതിന്റെ ഷോക്കേസിന്റെ അകത്ത് വെച്ച കുറേ പാത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ച സാധന ചെയ്തതും അദ്ദേഹത്തിന്റെ ചെരുപ്പ്, അദ്ദേഹത്തിന്റെ വടി, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതില് ജപമാല ഉണ്ട്, കമുണ്ടലുണ്ട്. പിന്നെ ശ്രീചക്ര പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശേഷാർക്കം എന്ന് പറയുന്ന പാത്രം ഉണ്ടല്ലോ, ഈ പാത്രമൊക്കെ അവിടെ ഷോക്കേസിലുണ്ട്. 5 വിശേഷാർക്ക പാത്രം ഉണ്ട്. പഞ്ചപാത്രങ്ങൾ 5 വിശേഷാർക്കത്തിന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കും. ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടാൽ കറക്റ്റ് അറിയാം രമണ മഹർഷി ശ്രീചക്ര പൂജ ചെയ്യുന്ന ആളായിരുന്നു. ഇതേ വീണ്ടും കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ആ പുസ്തകത്തിന്റെ അകത്ത് അതിനോട് ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്, 2 പുസ്തകമായിരുന്നു. അതിന്റെ അകത്ത് രമണ മഹർഷി പറഞ്ഞിട്ട് ഈ ഗണപതി മുനിയുടെ ശിഷ്യനെ
അരവിന്ദ മഹർഷിയുടെ അടുത്തേക്ക്, പോണ്ടിച്ചേരി അരവിന്ദാശ്രമം അറിയാലോ നമുക്ക്, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ അരവിന്ദ മഹർഷിയുടെ വായിക്കുന്നതാണ്. അരവിന്ദ മഹർഷിയുടെ അടുത്തേക്ക് ഗണപതി മുനിയുടെ ഒരു ശിഷ്യനെ അയക്കുകയും അരവിന്ദ മഹർഷിക്ക് ശ്രീവിദ്യയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അന്ന് ഇവിടുന്ന് അരവിന്ദാശ്രമത്തിലേക്ക് കയറി. അരവിന്ദാശ്രമത്തിൽ എത്തി അവിടെയും ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആർക്കും അരവിന്ദ മഹർഷിക്ക് ശ്രീവിദ്യയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് കാണുന്നില്ല. കൂടുതൽ അന്വേഷിച്ച് ചെന്നപ്പോ അവിടെയുള്ള ഒരു പ്രായപ്പെട്ട ഒരാൾ പറഞ്ഞു തന്നു, ഇവിടുത്തെ അരവിന്ദ മഹർഷിയുടെ സമാധിയുടെ സ്ഥാനത്തിന്റെ നേരെ പിന്നിൽ ഒരു പഴയ ഒരു പ്രസ് ഉണ്ട്, അവിടെ ചിലപ്പോൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു പ്രായമുള്ള ഒരു 85 വയസ്സായ ഒരു സ്ത്രീ ഉണ്ട്, മഹർഷിയുള്ള കാലം മുതൽ ഉള്ള ആള്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് കേരളത്തിൽ നിന്നാണ് ഈ സമ്പ്രദായത്തിലുള്ളതാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ടേ അവരെ ഒരു അലമാരി തുറന്നപ്പോ നിറയെ ശ്രീവിദ്യയുടെ പഴയ ബുക്കുകൾ അരവിന്ദ മഹർഷി ഉപയോഗിച്ച. നമുക്ക് ആർക്കും അറിയില്ല അരവിന്ദ മഹർഷിക്ക് ഇങ്ങനെ ഒരു പരമ്പര ഉണ്ടെന്ന്. ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നു. അതിൻ്റെ അകത്തുനിന്ന് അപ്പൊ ഞാനത് കൊടുക്കുമോ, വിൽപ്പനയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വിൽപ്പനയ്ക്കില്ല, ചിലപ്പോൾ ഭാവിയിൽ അവർ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ അകത്ത് ഒരു 3 പഴയ പുസ്തകം, 2-3 കോപ്പികളുണ്ട്. അതിലൊരു 3 പുസ്തകം എനിക്കന്ന് അവർ ഫ്രീ ആയിട്ട് തന്നു. ആ പേജ് മടക്കിയാൽ പൊട്ടിപ്പോകും. മാത്രമല്ല അരവിന്ദ മഹർഷി അതിനുശേഷം ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് രാമേശ്വരത്തുള്ള ശാസ്ത്രികളുണ്ട്, അവരുടെ അടുത്തുനിന്ന് ദീക്ഷ സ്വീകരിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുകയും അദ്ദേഹം ഇവിടെ അരവിന്ദാശ്രമത്തിൽ വന്നിട്ട് ഈ ശ്രീവിദ്യയുടെ എല്ലാ കാര്യങ്ങളും ബാക്കി മുഴുവനും പഠിപ്പിച്ചു കൊടുത്തു. ഇതിനൊക്കെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ കേരളത്തിൽ ഭാരതത്തിലുള്ള പല പ്രമുഖന്മാരായ ആചാര്യന്മാരെയും പിന്നെ നമ്മൾ അന്വേഷിച്ചു ചെല്ലുന്ന സമയത്ത് ഇവരൊക്കെ ശ്രീവിദ്യയാണ് മുറക്കെ പിടിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികളാണെങ്കിലും മറ്റ് എല്ലാ ശങ്കരാചാര്യ മഠങ്ങളിലാണെങ്കിലും ഇവിടെയൊക്കെ ശ്രീവിദ്യയാണ്. ചട്ടമ്പി സ്വാമികളാണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും അരവിന്ദ മഹർഷിയും രമണ മഹർഷിയും മാധവജി വരെ നമ്മുടെ ഗുരുനാഥനടക്കം ശ്രീവിദ്യ ഉപാസനയിലൂടെയാണ് അവർക്ക് ഈ പവർ, ഈ ജ്ഞാനവും ഭൗതികപരമായിട്ടും ആധ്യാത്മികവുമായിരിക്കുന്ന ഈ അറിവും കഴിവും സമൃദ്ധിയും ലഭിക്കുന്നത്. അത്രയും മഹത്തായ ഒരു പരമ്പരയിലേക്കും ഒരു സമ്പ്രദായത്തിലേക്കുമാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സമ്പ്രദായത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് ഇത് സർവശാസ്ത്രവും ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്തു വരുന്ന ഗായത്രി ഉപാസന മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന വരെ ഇനി ഇത് മുഴുവിപ്പിക്കാനുള്ളത് മറ്റ് പഠിക്കാനുള്ള ശാസ്ത്രത്തിന്റെ അകത്ത് മുഴുവൻ ലോകത്ത് എന്തെല്ലാം ശാസ്ത്രമുണ്ടോ ആ ശാസ്ത്രം മുഴുവനും ഇതിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. എങ്ങനെ? തരംഗ രൂപേണ, വൈബ്രേഷൻ രൂപേണ ഇതിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അരവിന്ദ ആശ്രമത്തിൽ പോയാൽ അവിടെ അറിവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഗ്ലോബ് ഉണ്ടാക്കി വെച്ചു. അരവിന്ദ മഹർഷിയുടെ ശിഷ്യ ആ ഗ്ലോബിന്റെ അകത്ത് കയറി മെഡിറ്റേഷനാണ്. അവിടെ മന്ത്രമില്ല, ഒന്നുമില്ല, ഒരു ലൈറ്റ് ബീമാണ്. അതും നാച്ചുറൽ ലൈറ്റ് ബീമാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കുത്തനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ വലിയൊരു തൂണിന്റെ ലൈറ്റ്, ഒരു ലൈറ്റ് ബീം ആ വലിയ ഗ്ലോബിന്റെ മുകളിൽ ചില സ്ഫടികങ്ങൾ പ്രത്യേക ഡയറക്ഷനിൽ വെച്ചിട്ട് സൺലൈറ്റ് വന്ന് അടിച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു ബീം ഉണ്ടാവും. ഈ ബീമിനെയാണ് അവിടെ ചെന്നാൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ശ്രീവിദ്യയുടെ ഏറ്റവും വലിയ സീക്രട്ടാണ് അവിടെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തന്ത്രം പറയുന്നത് പ്രപഞ്ചം മുഴുവനും രശ്മികളാണ്. ആധുനിക ശാസ്ത്രവും പറയുന്നതാണ് പ്രകാശമാണ്. സൂക്ഷ്മതലത്തിൽ നമ്മൾ കാണുന്നത് മുഴുവനും പ്രകാശമാണ്.
അതായത് നമ്മളെ ബുദ്ധി കൊണ്ട് ഇപ്പോൾ ചിന്തിക്കുന്ന ലൈറ്റിന്റെ പ്രകാശം പോലെ അല്ല അത്. നമ്മൾ കാണുന്ന പ്രകാശം നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ മാത്രം കാണുന്ന പ്രകാശം. പക്ഷെ തന്ത്രം പറയുന്ന പ്രകാശം അത് ആ വിഷ്വൽ നിങ്ങൾ കാണരുത്. പ്രകാശ വിമർശം എന്ന് പറയുന്ന അതിശക്തമായ ചൈതന്യമാണ്. ആ പ്രകാശം പ്രപഞ്ചം മുഴുവനും എല്ലാ സാധനവും, മാംസമാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും കാറാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും വാച്ചാണെങ്കിലും ഒക്കെ വെറും പ്രകാശമാണ്. ആ സൂക്ഷ്മ പ്രകാശം സ്ഥൂലമാകുന്ന സമയത്ത് അത് വൈബ്രേഷനായി മാറും, തരംഗങ്ങളായി മാറും. ആ വിഷ്വലിൽ നോക്കുന്ന സമയത്ത് എല്ലാ സംഗതികളും തരംഗവുമാണ്. മരമാണെങ്കിൽ ആ മരം ഒരു തരംഗമാണ്. തരംഗങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ തരംഗങ്ങളായി വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് മരമായിട്ടും കല്ലായിട്ടും മണ്ണായിട്ടും ഈ ശരീരമായിട്ടും ഈ ശരീരത്തിലെ സ്ഥൂല സൂക്ഷ്മ അവയവങ്ങളും മുഴുവനും തരംഗങ്ങളാണ്. ആ തരംഗങ്ങൾ വീണ്ടും ഘനീരൂപമാവുന്നു. അതായത് സൂക്ഷ്മ തരംഗങ്ങൾ സ്ഥൂല തരംഗങ്ങളാകുന്ന സമയത്ത് അത് മാറ്ററായി മാറും, വസ്തുക്കളായി മാറും. അങ്ങനെയാണ് ഇത് മേശയാവുന്നതും അത് കല്ലാവുന്നതും ഒക്കെ. അതായത് സൂക്ഷ്മ തരംഗങ്ങൾ സ്ഥൂലമായി അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അത് മാറ്ററായി മാറും, വസ്തുവായി മാറും. പ്രപഞ്ചം മുഴുവനും വൈബ്രേഷനാണ്, ഹോൾ യൂണിവേഴ്സ്. ആ ഹോൾ യൂണിവേഴ്സൽ വൈബ്രേഷൻ ആണ് നിങ്ങൾക്ക് ഗുരുനാഥൻ ശ്രീവിദ്യാ മന്ത്ര രൂപേണ 15 അക്ഷരവും 16 അക്ഷരവും അല്ലെങ്കിൽ 9 അക്ഷരം മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഗുരു പരമ്പരയിലൂടെ നിങ്ങളിലേക്ക് ഒഴുക്കി തരുന്നത്. ഇത്രയും അപ്പൊ എല്ലാ സയൻസും, നമ്മുടെ ഭാരതീയമായിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളും ഗുരുനാഥൻ പറയുന്നത് പോലെ മഹാസ്ഫോടനം ഉണ്ടായി. ആ മഹാസ്ഫോടനത്തിന്റെ ശബ്ദം ആണ് ഓംകാരം, ഓം എന്നുള്ള വൈബ്രേഷൻ. ആ ശുദ്ധ ചൈതന്യം സ്വയം സൃഷ്ടിക്കാൻ വേണ്ടി ശക്തി രൂപേണ ശക്തിയായി തീർന്ന് ആ ശക്തിയുടെ മഹാസ്ഫോടനത്തിൽ ഉണ്ടാകുന്ന ആ സ്ഫോടനത്തിന്റെ ജോമെട്രിക്കൽ രൂപമാണ് ശ്രീചക്രം. ആ സ്ഫോടനത്തോടു കൂടി ഉണ്ടായിരിക്കുന്ന വിവിധ തരംഗങ്ങളാണ് മാതൃകാക്ഷരങ്ങൾ, 51 മാതൃകാക്ഷരങ്ങൾ. ആ 51 മാതൃകാക്ഷരങ്ങളിലൂടെ വന്ന പരിണാമം, പ്രപഞ്ചത്തിന്റെ എവല്യൂഷൻ മുഴുവനും ഈ 51 നമ്മൾ ന്യസിക്കുന്ന ഓമൈം ശ്രീ മാം നമ, ഓമൈം ശ്രീ മാം നമ, ഓമൈം ശ്രീ മീം നമ തൊട്ട് ന്യസിക്കുന്നില്ല. ഈ 51 അക്ഷരങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരിണാമങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ഈ 51 മാതൃകകൾ തന്നെയാണ്, മാതൃകാ ദേവതകളാണ്. ആ മാതൃകാ തരംഗങ്ങളെ ദേവതാരൂപം കൊടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ മന്ത്രമുണ്ട്, അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ ജോമെട്രിക്കൽ ഫോം, യന്ത്രമുണ്ട്. അതിൽ ആദ്യത്തെ 16 അക്ഷരങ്ങൾ ശിവ ചൈതന്യവും മസ്കുലിൻ പവറും, അവിടുന്ന് അങ്ങോട്ടുള്ള 35 വൈബ്രേഷൻ കം 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 ചം 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 ചം, ഇത് ശക്തിയുമാണ്. ശക്തി ചൈതന്യം പരിണാമം നടക്കുന്നു. ഈ ശക്തി ചൈതന്യത്തിലൂടെ ഈ ശിവചൈതന്യവും ശക്തി ചൈതന്യവും ശിവശക്തി ഐക്യ രൂപത്തിലൂടെ പ്രപഞ്ചത്തിന്റെ പരിണാമം തന്മാത്ര രൂപത്തിൽ, 5 തന്മാത്ര രൂപത്തിൽ വരികയും അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുകയും പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നതും പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നതും ആ കർമ്മേന്ദ്രിയങ്ങളുടെ ഈ 25 തത്വങ്ങളും 136 തത്വങ്ങളിലൂടെയാണ് മഹാസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം ഇങ്ങോട്ട് ശ്രീചക്ര രൂപേണ ഉണ്ടാകുന്ന ജോമെട്രിക്കൽ വേവ്സിലൂടെ പരിണമിച്ച് നിങ്ങളും ഞാനും ഈ ഹോൾ യൂണിവേഴ്സിലും ഉണ്ടായി. ആ 51 അക്ഷരങ്ങളെ
കംപ്രസ് ചെയ്തിട്ടാണ് ബാലാമന്ത്രത്തിന്റെ 3 അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്. അറിയാലോ ബാലാമന്ത്രം എന്താണെന്നുള്ളത്. ആ 3 അക്ഷരത്തിനെ വലിച്ച് വീണ്ടും നീട്ടുമ്പോഴാണ് അതിന്റെ അത് സാധകന്റെ ഉള്ളിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഗുരുനാഥൻ പറഞ്ഞു തരുന്ന പ്രാക്ടീസ് ചെയ്തുണ്ടാക്കുന്ന പരിണാമത്തിലൂടെ ആ വീണ്ടും ആ 3 അക്ഷരത്തിന് വീണ്ടും ശക്തി രൂപേണ പഞ്ചദശി എന്ന് പറയുന്ന 15 അക്ഷരത്തിലേക്ക് വളർത്തുന്നത്. ആ പഞ്ചദശിയാണ് പിന്നെ 16 അക്ഷരമുള്ള ഷോഡശിയാകുന്നതും ആ ഷോഡശിയാണ് മഹാഷോഡശി ആയി മാറുന്നത്. 28 അക്ഷരമുള്ള മഹാഷോഡശിയാവുന്നത്. എങ്ങനെയാണോ പ്രപഞ്ചം മഹാസ്ഫോടനത്തിന് ശേഷം ഇങ്ങോട്ട് പരിണമിച്ച് ഇന്ന് വരെ അവസ്ഥ ഉണ്ടായത്, അതിന്റെ ജോമെട്രിക്കൽ ഫോമും അതിന്റെ തരംഗ രൂപേണ രശ്മി രൂപേണുള്ള തരംഗം, സ്ഥൂല തരംഗം, സൂക്ഷ്മ തരംഗമായി അത് മാറ്ററായിട്ട് എങ്ങനെയാണോ പരിണമിച്ച് ഈ മാറ്ററായിരിക്കുന്ന ശരീരവും ഈ മാറ്ററായിരിക്കുന്ന യൂണിവേഴ്സലും എങ്ങനെയാണോ പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നത്, ആ അവസ്ഥയിലൂടെയാണ് ഗുരുനാഥൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഈ ശാസ്ത്രങ്ങൾ മുഴുവനാണ് നിങ്ങളെ ഈ ന്യാസങ്ങളായിട്ടും മന്ത്രങ്ങളായിട്ടും തർപ്പണമായിട്ടും പൂജയായിട്ടും ഈ പരിണാമത്തെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കല്ല, നിങ്ങൾ അനുഭവിപ്പിക്കുന്നത്. മറ്റു ശാസ്ത്രങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് പഠിക്കുകയാണ്. ഇവിടെ നമ്മൾ പരിശീലിച്ച് അത് അനുഭവിച്ച് അറിയണം. നമ്മൾ ഈ ശരീരം ഉണ്ടാകുന്നതും ഈ 51 അക്ഷരങ്ങളിൽ നിന്ന് മം നമോ മാം നമ എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്നുണ്ടല്ലോ. ഇതേ പരിണാമം തന്നെയാണ് ഒരു അണ്ടവും ബീജവും അമ്മയുടെ വയറ്റിൽ യോജിക്കുന്ന സമയത്ത് ആ ഓരോ 28 ദിവസം കൂടുമ്പോൾ അത് വികസിക്കുന്നത് ഇതേ ക്രമത്തിലാണ്. മഹാസ്ഫോടനവും ആ മഹാസ്ഫോടനത്തിൽ ആദ്യം ബിന്ദുണ്ടാകുന്നതും അതിനൊരു വാല് വരുന്നതും ഇത്ര ദിവസം കൊണ്ട് ഒരു വാല് മാതിരി വരികയും ആ വാലിന്റെ മേലെ 7 തല സഹസ്രാരവും ബാക്കി 6 ആധാര ചക്രങ്ങൾ വരുന്നതും ആ ഓരോ ആധാര ചക്രങ്ങളിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് കണ്ണും മൂക്കുമായി വളരുകയും അനാഹതം കൈയും കാലുമായിട്ട് പുറത്തേക്ക് വളരുകയും മണിപൂരകം വിശുദ്ധി സ്വാധിഷ്ഠാനം മൂലാധാരം ഇതൊക്കെ അതിന് ചുറ്റുമുള്ള ഈ 51 മാതൃകാക്ഷരങ്ങൾ ഈ 10 മാസം കൊണ്ട് ആ വൈബ്രേഷന്റെ വളർച്ചയാണ് ഒരു മനുഷ്യ ശരീരമായി മാറുന്നത്. എങ്ങനെയാണോ പ്രപഞ്ചം മുഴുവനും പരിണമിച്ച് ഇന്നത്തെ അവസ്ഥ വരെ എത്തിയിരിക്കുന്നത്, അതേ അവസ്ഥ തന്നെ അതേ തരംഗ രൂപത്തിലുള്ള ഊർജ പ്രവാഹത്തിലൂടെയും പരിണാമത്തിലൂടെയുമാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത്. അതിനെ മന്ത്രരൂപേണ ദേവീ രൂപേണ ഗുരുപരമ്പരയുടെ അനുഗ്രഹ രൂപേണ ഉപാസിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ശാസ്ത്രവും, കാരണം ഹോൾ യൂണിവേഴ്സൽ സീക്രട്ടാണ്, ആ സീക്രട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഹോൾ യൂണിവേഴ്സൽ സീക്രട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീവിദ്യോപാസകൻ ആ മേഖലകളിൽ ചക്രവർത്തിയാവുന്നത്. ശിവജി യുദ്ധമേഖലയെ പറഞ്ഞു തരാറില്ലേ, കേൾക്ക കൊടുത്ത കഥ, അദ്ദേഹം അതിൽ ചക്രവർത്തി. പല പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവരും ശ്രീവിദ്യയാണ്. ഈ 36 തത്വവും 96 തത്വവും ഈ പരിണാമ സിദ്ധാന്തവും തന്നെയാണ് ആയുർവേദത്തിന്റെ രഹസ്യവും. അതിലേക്ക് വാതപിത്ത കഫത്തിന്റെ ശാസ്ത്രം കൂട്ടിക്കഴിഞ്ഞാൽ ആയുർവേദമായി, പഞ്ചഭൂതങ്ങളുടെ ശാസ്ത്രം കൂട്ടിക്കഴിഞ്ഞാൽ തന്ത്രമായി, ദിക്കുകളുടെ ശാസ്ത്രം കൂട്ടിക്കഴിഞ്ഞാൽ വാസ്തുവായി. ഇങ്ങനെ ഓരോ വിഷയത്തിന്റെ ലഘുശാസ്ത്രം ഈ പ്രപഞ്ച രഹസ്യത്തിന്റെ
പൂർണ്ണശാസ്ത്രത്തോട് കൂട്ടിക്കഴിയുന്ന സമയത്ത് ഓരോ വിഷയത്തിലെയും ഏറ്റവും വലിയ ശാസ്ത്ര സംവിധാനമാണ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു ശ്രീവിദ്യോപാസകൻ സർവശാസ്ത്ര അധികാരിയാണെന്ന് പറയുന്നത്. പക്ഷെ ഇതെങ്ങനെ കിട്ടും? ഇതെങ്ങനെയാ വരുന്നത്? അതിന് നമുക്ക് ഗുരു വേണം, ഗുരുത്വം വേണം. ഗുരുത്വം ഇല്ലെങ്കിൽ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. ഇതേ ഗുരുത്വം തന്നെയാണ് നമുക്ക് ഗുരുപരമ്പരയിലൂടെ കിട്ടുന്നത്. ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി, ഗുരുവിന്റെ നിർദ്ദേശത്തോടു കൂടിയിട്ട് വേണം ഈ മാർഗത്തിൽ സഞ്ചരിക്കാൻ. പ്രധാനമായിട്ടും അതായത് ഇത് വെറും ശാസ്ത്രപഠനം മാത്രം സാധനം മാത്രമല്ല, ജീവിതം ഏറ്റവും സുഖകരവും ആനന്ദകരവുമായിരിക്കും. ആവും. എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ സ്വയം ആനന്ദത്തിലേക്ക്. അതുകൊണ്ടാണ് ഈ ശ്രീവിദ്യോപാസകന്മാരുടെ പേരിന്റെ അവസാനമൊക്കെ ആനന്ദനാഥൻ എന്ന് പേരിടുന്നത്. നിത്യോത്സവമാണ് നമ്മുടെ പ്രധാന അടിസ്ഥാനം ഇന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ജീവിതം എങ്ങനെ നിത്യവും ഉത്സവമാകണം, അതിനെന്തൊക്കെ ചെയ്യണം? പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നവർക്കെന്നല്ല, ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ അറിയാതെ ഉള്ളിൽ നമ്മൾ ഉപാസന ചെയ്യുന്ന മന്ത്രം സ്പന്ദിക്കുന്നുണ്ടാവും. ചിലപ്പോൾ രാത്രി ഉറങ്ങുന്നതിന്റെ മുന്നേ ജപിച്ച് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം വൈബ്രേഷൻ ഉണ്ടാവും. കാലകൃത്യാദി കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യുക. മറ്റ് തർപ്പണങ്ങൾ, ഗണപതി തർപ്പണം ഇപ്പൊ നമ്മളറിയാം, ആരും ഡെയിലി ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. മുമ്പ് നമ്മൾ 41 ദിവസം അടുപ്പിച്ച് ചെയ്തു. പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക ഗണപതി തർപ്പണം. നല്ല വൈബ്രേഷനും നല്ല നേരത്തെ പറഞ്ഞ പ്രപഞ്ചം മുഴുവനും പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്ന തരംഗത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ വൈബ്രേഷനിലൂടെ നമ്മൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ആ 452 മന്ത്രങ്ങൾ, 54 മന്ത്രങ്ങൾ, 444 നമുക്ക് 2 മന്ത്രം കൂടെ അധികമുണ്ട്, ഒരു മന്ത്രം അധികമുണ്ട്. അതിന്റെ ആവർത്തനം 8 പ്രാവശ്യം കൂടെ വരുന്നുണ്ട്. അതടക്കം നന്നായിട്ട് ചെയ്യുക. സന്ധ്യാവന്തനാദികൾ മുടങ്ങാതെ ചെയ്യുക. പ്രാണായാമങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. പ്രാണായാമത്തിലൊക്കെ ഭയങ്കര സയൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെറും ബ്രീത്തിങ് എക്സസൈസ് അല്ല. കാരണം ഗുരുനാഥൻ പഠിപ്പിച്ച 21,600 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും, ഓരോ എത്ര സമയം ആദ്യത്തെ 600 ശ്വാസം മൂലാധാരത്തിലേക്ക് പോകുന്നതും, ആ മൂലാധാരത്തിലേക്ക് പോകുന്ന ശ്വാസം മൂലാധാരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് യോഗിനിന്യാസം ചെയ്യുന്ന സമയത്ത്, ലഘുഷോടാന്യാസത്തിൽ യോഗിന്യാസം ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 600 ശ്വാസമാണ് മൂലാധാരത്തെ ശക്തിപ്പെടുത്തുന്നതും, മൂലാധാരത്തെ ഉള്ള യോഗിനി നമ്മുടെ അസ്ഥിധാതുവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ 600 ശ്വാസവും അതിന്റെ ചുറ്റും ആ 600 ശ്വാസം കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന മൂലാധാരത്തിലെ 4 ദളങ്ങളുമാണ്. ആ 4 മന്ത്ര മാതൃക തരംഗങ്ങളാണ് മൂലാധാരത്തെ പ്രവർത്തിപ്പിച്ച് മൂലാധാരത്തിന്റെ പണിയായിരിക്കുന്ന അസ്ഥിധാതുവിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ മന്ത്രമേ മമ അസ്ഥിധാതു രക്ഷാണ് യോഗിനിന്യാസത്തിലെ മന്ത്രം. നിങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ യോഗിനിന്യാസം ചെയ്യുന്ന സമയത്ത് ഓരോ ആധാര ചക്രങ്ങളും ഓരോ ധാതുവിനെ മെയിൻറ്റെയിൻ ചെയ്യാണ്. 600 ശ്വാസം കഴിഞ്ഞാൽ അടുത്ത 6000 ശ്വാസം സ്വാധിഷ്ഠാനത്തിന് ചെയ്യുന്ന സമയത്ത് മേധാധാതു. ശരീരം വളരെയധികം പ്രാധാന്യമാണ് തന്ത്രത്തിന്, ശ്രീവിദ്യ. ശരീരമാണ് ആദ്യം പെർഫെക്റ്റ് ആക്കുന്നത്. അങ്ങനെ ഓരോ ധാതുവിനെ ഈ മാതൃക അക്ഷരങ്ങൾ കൊണ്ട് അതാത് ദേവതകളെ, അതാത് യോഗിനികളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് എടുപ്പിക്കുക. യോഗയിൽ തന്നെ വളരെ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. പണ്ട് കാലങ്ങളിൽ
ഓരോ ആസനത്തിനും ഓരോ ചക്രത്തിനെ ധ്യാനിച്ചിട്ടാണ് ആസനം ചെയ്യുന്നത്. ഇന്ന് കണ്ടിട്ടുണ്ട്. ബീഹാർ യോഗ സ്കൂള് ഇറക്കിയ മുദ്ര പ്രാണായാമ മുദ്ര ബന്ധൻ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എല്ലാ ആസനങ്ങൾക്കും അതിൻ്റെതായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആധാരചക്രങ്ങളുണ്ട്. ഇപ്പം പുതിയൊരു സംഗതി കൂടെ ഉണ്ട്. ഞാൻ പല യോഗ ടീച്ചേഴ്സിനോട് ചോദിച്ചു, പക്ഷെ കേരളത്തിൽ ആർക്കും അതിനെ പറ്റിയിട്ട് വലിയൊരു പിടിയില്ല. ഓരോ ആസനത്തിനും അതിൻ്റെതായ മന്ത്രമുണ്ട്. വീരഭദ്രാസനത്തിന് വീരഭദ്രന്റെ മന്ത്രമുണ്ട്. വൃക്ഷാസനത്തിന് വൃക്ഷത്തിന്റെ മന്ത്രമുണ്ട്. നാഗാസനത്തിന് നാഗത്തിന്റെ മന്ത്രമുണ്ട്. അപ്പൊ മുമ്പ് യോഗ ചെയ്തിരിക്കുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ ഒരു ആസനത്തിൽ വന്നിട്ട് ഗുരുനാഥൻ യോഗ പഠിപ്പിക്കുന്ന ആചാര്യൻ ഉറക്കനെ 1 2 3 4 എന്ന് ചൊല്ലല്ല ചെയ്തിരുന്നത്. അന്ന് ആ മന്ത്രം ജപിക്കുകയാണ് ചെയ്തിരുന്നത് ഉറക്കനെ. അത് ശിഷ്യൻ കേട്ട് ആ വൈബ്രേഷനിലോട് കൂടിയാണ് യോഗ ചെയ്തത്. മാത്രമല്ല, ഈ 7 ധാതുക്കളിൽ ഓരോ ധാതുവിന് എന്തെങ്കിലും കുഴപ്പം വരുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ ആ ധാതുവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആധാരചക്രത്തിനോട് ബന്ധപ്പെട്ട ആസനങ്ങളും പ്രാണായാമങ്ങളും കൊടുത്തിരുന്നത്. അസ്ഥിക്ക് കുഴപ്പം വരുന്ന സമയത്ത് അസ്ഥിയോട് ബന്ധപ്പെട്ട മൂലാധാരത്തിനെ ശക്തിപ്പെടുത്താനുള്ള ആസനങ്ങളും മന്ത്രങ്ങളുമാണ് കൊടുത്തിരുന്നത്. ത്വക്ക് രോഗമാണെങ്കിൽ നമുക്കറിയാം, ത്വക്ക് വിശുദ്ധിയാണ്. ത്വക്ക് രോഗത്തിന്റെ ദേവത വിശുദ്ധി ചക്രത്തിലാണുള്ളത്. അപ്പൊ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് അറിയാം, മുഖം കറക്കുകയും സന്തോഷം വരുന്ന സമയത്ത് ത്വക്ക് വെളുക്കുകയും ചെയ്യുന്നില്ലേ? സമയത്ത് വൈബ്രേഷൻ വരുന്നത് കണ്ടെത്തലല്ലേ? അപ്പം ത്വക്ക് രോഗം വരുന്ന സമയത്ത് വിശുദ്ധിയെ ശുദ്ധീകരിക്കാനുള്ള ആസന പ്രാണായാമങ്ങളും മന്ത്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ അറിയുന്നത് എവിടെ നിന്നാ? ശ്രീവിദ്യ കയ്യിലുണ്ടെങ്കിലുള്ളൂ ഈ സ്ഥലത്ത് എന്താണുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. ശ്രീവിദ്യ കയ്യിലുള്ള യോഗ ടീച്ചറിനെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ശ്രീവിദ്യ കയ്യിലുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതേപോലെ തന്നെ വാസ്തുവിദ്യ ആണെങ്കിലും ജ്യോതിഷമാണെങ്കിലും എല്ലാ ശാസ്ത്രവും, ഭാരതീയമായ നൃത്തം പോലും, ഡാൻസ്, അതിൻ്റെ ഉള്ളിലും ശ്രീവിദ്യ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പാട്ട്, എനിക്ക് പഠിത്തൊരു അനുഭവം ഉണ്ട്. തമാശയാണ്, തമാശയല്ല. അടുത്ത് ഞാനൊരു യാത്ര പുറത്തുനിന്നുള്ള ഫ്രാൻസിലുള്ള ഒരു ഗ്രൂപ്പ് ഒരു പരിപാടിക്ക് വെറുതെ വിളിച്ചു ക്ഷണിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സ്പിരിറ്റ് ഓഫ് പോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. അപ്പൊ പാട്ടുകാര പരിപാടിയാ. അപ്പൊ മുഴുവനും വിദേശികളാ, ഫോറിനേഴ്സ് ആണ്, ആണുങ്ങളും പെണ്ണുങ്ങളും. 250 പേരുണ്ട്. ഞാൻ വിചാരിച്ചു എന്നത് കേൾക്കാൻ വേണ്ടി വിളിച്ചാണ്, അല്ലെങ്കിൽ പരിപാടി ആസ്വദിക്കാൻ വേണ്ടി വിളിച്ചു. അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ പാട്ടും തന്ത്രത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. മുഴുവനും അവിടുത്തെ പാട്ടുകാരാണ്. അപ്പൊ ഇന്ന് പറഞ്ഞു നാളെ പരിപാടി എന്താ ചെയ്യേണ്ട അറിയില്ല. അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ ഹിസൈനസ് അബ്ദുള്ളയിൽ ഒരു പാട്ടുണ്ട്, മറ്റേ മോഹൻലാലും കൈതപ്പുറം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പാടുന്നു. ഉഗ്രൻ സാധനം. ഓരോ ആധാര ചക്രങ്ങൾ സാരിഗമപധനിസ വരുന്നതും ഓരോ ആധാര ചക്രങ്ങളിൽ നിന്നുണ്ടാകുന്ന വികാരം എന്താണെന്നും അതിനോട് ബന്ധപ്പെട്ട് ഋഷഭം ഇങ്ങനെ വരുന്ന മയൂകം ഇങ്ങനെ വരുന്നത് എന്തൊക്കെയാണെന്നും അതിൽ ഒപ്പം ഞാൻ അതിന്റെ കൂടെ ഓരോ തന്ത്രത്തിൽ പഠിച്ചിരിക്കുന്ന, അതായത് വിശേട്ടൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഓരോ ആധാര ചക്രങ്ങളെ മാതൃകാക്ഷരങ്ങൾ എന്തൊക്കെയാണെന്നും ഈ മാതൃകാക്ഷരങ്ങൾ ഓരോ 7 സ്വരങ്ങളിലായിരിക്കുന്നത് എവിടേക്ക് കിടക്കുന്നു ഒരു 1.5 മണിക്കൂറാണ് ക്ലാസ് കൊടുത്തു. ഇതെനിക്ക് പറയാൻ പറ്റിയ എന്തുകൊണ്ടാ? ശ്രീവിദ്യ കയ്യിലുള്ള. ഇല്ലെങ്കിൽ വെറും മോഹൻലാലിന്റെ ഒരു പാട്ട് കേട്ട് അങ്ങോട്ട് പോകും. കൈതപ്പുറം കോഴിക്കോണ്ട്, അയാളെ പോയിട്ട് വരുന്ന ഒരു താങ്ക്സ് പറയണം അയാളെ. ഇന്ന് വലിയൊരു കഴിച്ചിലാക്കി തരില്ല, കഴിച്ചിലാക്കി തന്നു. അപ്പൊ ഇത് കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ്. അത് ഒരു ഒഴുക്ക് പോലെ അങ്ങനെ ഒഴുകി വരും. ഉദാഹരണം പറയുന്നത് ഒരു ഒഴുക്ക് പോലെ അറിയാതെ ആ ഒഴുക്ക് ഇങ്ങനെ ഒഴുകി വരും. ഇത് കേട്ടിട്ട് വരുമ്പോ അടുത്ത കൊല്ലത്തേക്ക് വിളിച്ചിട്ടുണ്ട്, ജൂലൈ 1 കൂടെ വരണം, ഒരു പരിപാടി കൊണ്ടിട്ട് വരണമെന്ന്. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കാന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി
പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, പ്രിന്റ് തന്നിരിക്കുന്നതിൽ എഴുതി വെക്കുക. ആ എഴുതുമ്പം നമ്മൾ അറിയാതെ കൂടുതൽ ഉള്ളോട്ട് കയറും. നമ്മള് വിശ്വാട്ടന്റെ അടുത്ത് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുകളിലുള്ള ഒരു ഷീറ്റ് ഇട്ട റൂമിലെ ക്ലാസ്, റൂമല്ല ഒരു ഹാള്, ഭയങ്കര ചൂടായിരിക്കും, ഇരുമ്പിന്റെ ഷീറ്റാ. ഉച്ചക്ക് 2 മണി 3 മണിയാവും ക്ലാസ് കഴിയുമ്പോൾ. ഫാൻ ആകെ ഒരു തിരിയാത്ത ഫാനും ഉണ്ട്. മഴ പെയ്താൽ വെള്ളമൊലിക്കും. അപ്പൊ എനിക്ക് ശരിക്കും വിശ്വട്ടൻ പറയുന്ന അങ്ങോട്ട് എഴുതിയെടുക്കാനുള്ള അറിവൊന്നും എനിക്കന്നില്ല. ഞാൻ വെറും 10ാം ക്ലാസ്സാ. എന്റെ ക്വാളിഫിക്കേഷൻ വെറും 10ാം ക്ലാസ്സാണ്. പക്ഷെ ശ്രീവിദ്യയിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയത്, ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ആവാൻ ശ്രമിച്ചത്. അത് ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ്. വേദാന്തം എപ്പോഴും പറയും ആ ഒരു ഒഴുക്കുണ്ട്, ആ ഒഴുക്കിനനുസരിച്ച് പോയാൽ മതി. ഒരു ചെറിയൊരു അന്ന് ഒരു ഗുരുനാഥൻ പറയുന്നതൊക്കെ അന്നേരം റെക്കോർഡ് ചെയ്യുക, മൊബൈലല്ല, നമ്മൾ ചെറിയ ടേപ്പ് റെക്കോർഡ് വരുന്ന സാധനം ഉണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് വീണ്ടും വീണ്ടും കേട്ടിട്ട് നോട്ട് എഴുതിയെടുക്കുക. ഇന്ന് തരുന്ന വൈദ്യ നോട്ടൊന്നും തരൂല, പ്രിന്റഡ് നോട്ടേ തന്നിട്ടില്ല ഞങ്ങൾക്ക്. ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് അന്നേരം എഴുതിയെടുത്തോളണം. എനിക്ക് അന്നേരം എഴുത്ത് വരില്ല, ഞാൻ വെറും 10ാം ക്ലാസ് അല്ലേ. അന്നേരം ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡ് വാങ്ങിയിട്ട് അത് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കേട്ടിട്ട് എഴുതുകയും അങ്ങനെ പഠിച്ചിട്ടോ. അപ്പൊ നിങ്ങൾക്ക് തരുന്ന നോട്ടൊക്കെ നിങ്ങൾ ഒരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ഇത് എവിടെയോ പോയി പിടിക്കും. വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് അത് ഉള്ളിൽ വരും. അത് മാത്രമല്ല, അതിന്റെ കൂടെ പലരും ചെയ്യുന്നുണ്ട്. ഗുരുനാഥൻ പറഞ്ഞു തരുന്ന വിഷയം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്തൊരു സാധനം കൂടെ കൂട്ടി വരാനുണ്ട്. കറക്റ്റ് സയൻസ് വരും, അറിവ് വരും, അതിനെ ഡെവലപ്പ് ചെയ്യാം. നിരന്തരം ശ്രീവിദ്യയെ പറ്റിയുള്ള ചിന്തയായിരിക്കും, നിരന്തരം സാധനയായിരിക്കും. ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി സാധന മുന്നോട്ട് ഗംഭീരമായിട്ട് കൊണ്ടുപോവുക. നമുക്കറിയാം ചില സമയത്ത് നമ്മളൊന്ന് എക്സ്റ്റേണൽ പുറമെ നിന്ന് വരുന്ന സംഗതി തൊട്ട് ചിലപ്പോൾ സാധനം മുടങ്ങിപ്പോകും. ഇന്ന് മുടങ്ങിപ്പോയാൽ നാളെ ചെയ്യാം, ഒന്നും നോക്കണ്ട, പിറ്റേന്ന് വീണ്ടും ചെയ്യാം. ഇത് മുഴുവൻ അനുഭവിക്കാനുള്ളതാണ്. ഇത് വെറുതെ ബുദ്ധി കൊണ്ട് കളിക്കുകയോ അറിയുകയല്ല. ഒരു ദിവസം സാധന ചെയ്തിട്ടെങ്കിൽ എനിക്കൊക്കെ എന്തോ നഷ്ടപ്പെട്ട വയ്യ. പലർക്കും ഉണ്ടാവും അനുഭവം. സാധന ചെയ്ത് ആ എനർജി ആയിട്ട് അവിടെ ഇറങ്ങിയ അന്ന് ഇറങ്ങുന്ന കാര്യങ്ങൾ 100% ചെയ്യണം. ഏത് ഓഫീസറെ അടുത്ത് പോയാലും എവിടെ പോയാലും നന്നായി സാധന ചെയ്ത് പോകുന്ന ദിവസം ഒരു മുടക്കം ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണോ സാധന വെച്ചാൽ അതിനു വേണ്ടിയിട്ടല്ല. അത് ഒരു ജീവിത വൃത്തമായിട്ട് എടുക്കുക. ഒരു മുട്ടും നമ്മെ തടയില്ല. വഴികൾ ഇങ്ങനെ തുറന്ന് വരും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച ഗുരുനാഥൻ ഇപ്പൊ നമ്മള് രമണ മഹർഷിയുടെ അടുത്തായാലും അരവിന്ദ മഹർഷിയുടെ അടുത്തൊക്കെ ആയാലും അവരിതിനെപ്പറ്റി എന്തുകൊണ്ടായിരിക്കും പുറത്ത് പറയാത്തത്? ശ്രീവിദ്യയാണ് അവരുടെ യഥാർത്ഥ സംഗതി എന്ന് എന്തായിരിക്കും അവർ പുറത്തൊന്നും അതൊന്നും അല്ല, പുറത്ത് ഒരു ശുദ്ധ വേദാന്തല്ലേ പറയാ എപ്പോഴും, അതെന്തായിരിക്കും? അത് കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ഗുരു പരമ്പരയിലൂടെ മാത്രമേ കൊടുക്കുള്ളൂ. ശരി, ശരി. നമ്മളവിടെ പോയാൽ എന്താ, സാധാരണക്കാരൻ അവിടെ പോയാൽ ഗുരു പരമ്പരയാണോ പോകുന്നത്? അവൻ പോകുന്നത് ഞാനടക്കം ആദ്യം പോയിരുന്നത് അവിടെ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കും. ഈ പുസ്തകത്തിലൂടെ വായിക്കുന്നതിലൂടെ എനിക്കെന്തോ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പുസ്തകം വാങ്ങിയിട്ട് വായിക്കുന്നത്. അപ്പൊ ഈ സാധനം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? ശരിയാണ്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയകളൊക്കെ എങ്ങനെയും ഇത്രയും ഡെവലപ്പ് ചെയ്തതിനെ കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് ഒരു ലൈസൻസ് ഇല്ലാതെ വരുന്നത്. ഇത് ഗുരുനാഥൻ പറയുന്ന പോലെ ഇരുതല മൂർച്ചയുള്ള വാളിന്റെ മേൽക്കൂടെ നടക്കുന്ന പോലെയാണ്.
ഈ സാധന സമ്പ്രദായം. മറ്റൊരു വശമുണ്ട്. അത്രയും അപകടം പിടിച്ചൊരു സാധനം ഒരു ഗുരു ഇല്ലാതെ പരിശീലിച്ചാൽ, പുസ്തകം നോക്കി പരിശീലിച്ചാൽ അപകടകരമായിരിക്കും. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും അദ്ദേഹം എഴുതാതെ. ഇവരാരും എഴുതിയിട്ടില്ല. ചട്ടമ്പിസ്വാമികൾ പിന്നെ എഴുതിയിട്ടുണ്ട്. ശ്രീചക്രപൂജ എന്നുള്ള പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. ശരി ചേട്ടാ. ഷാജി നമസ്തേ. എനിക്ക് ചോദിക്കല്ലേ, നമ്മൾ ഇപ്പം അന്ന് വിശ്വാട്ടം പറഞ്ഞായിരുന്നു, അപ്പൊ ശ്രീചക്രം നമുക്ക് കിട്ടാനില്ല, കൃത്യമായിട്ട് അളവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്, എന്താണ് അതിന്റെ ഒരു പ്രശ്നം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതാണ്, അങ്ങനെ ചെയ്യുന്ന ആളില്ലാത്തതാണോ? ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ശ്രീചക്രം എന്ന് പറയുന്നത് ദേവിയാണ്. ദേവീനെ കാശ് കൊടുത്ത് വാങ്ങിക്കരുത്. ആ കിട്ടും. വിഷയത്തെ ദീർഘ ശ്രീചക്രം കാശ് കൊടുത്ത് വാങ്ങില്ല. ഞാനും കാശ് കൊടുത്ത് വാങ്ങില്ല. വിഷയത്തിന് ഒരു ശിഷ്യൻ കൊടുത്തതാണ്. എനിക്കും അതേമാതിരി ഒരാൾ തന്നതാണ്. അപ്പൊ അത് സമയമാകുന്ന സമയത്ത് സാധനം കയ്യിൽ വരും. നമ്മൾ കറക്റ്റ് പറയും. ആ ശരി ശരി. ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കേരളത്തിലില്ല എന്നുള്ളൂ. കേരളത്തിന്റെ പുറത്തൊക്കെ ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് അതിനെപ്പറ്റി ഇതന്നെ ശ്രീചക്രല്ലേ? ഇപ്പൊ കാലകൃത്യത്തില് ചൊല്ലുന്നില്ലേ നിങ്ങള്, ശരീരം ഇതന്നെ ശ്രീചക്രമാണ്. അതെ ഇത് സ്ഫോടനം കഴിഞ്ഞ് എങ്ങനെയാണോ പരിണമിച്ചത്, അത് തന്നെയാണ് ഇതെന്ന് നിത്യം ജനിക്കും. പിന്നെ വേറെ എന്തിനാ ശ്രീചക്രം? ശരി. ഓക്കെ, ശരി. നമസ്തേ. ശരി. പാപദേവർഷി അമിതചന്ദ്ര സദാശിവത്തിൽ പറയാം. ഓം നമ ശിവായ. 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 പാമദേവർഷി അമിതചന്ദ്ര സദാശിവത്തിൽ ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രതുണ്ടമഹാകായ യകോടിസമപ്രഭ നിർവിഘ്നം കുരുതേ ദേവ സർവകാര്യേഷു സർവദാ. ഓം സതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും ഒന്ന് ഓർമ്മിക്കുക, ഈ ക്ലാസ്സും ഗുരുപരമ്പരയ്ക്കും ഹിന്ദു സമൂഹത്തിനും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സാധനയും പഠനവും എല്ലാം. ഓ ഹരി ഓം.